ഹായ്. അപ്പോൾ അതാ നമ്മൾ മട്ടൻ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. മട്ടൻ കറി വെക്കാൻ താമസിച്ചു പോയി. വൈകുന്നേരം ഇത്തിരി കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് സുഖമായിട്ട് ഉറങ്ങി. ഉറങ്ങുന്നത് കണ്ട് ആദിൽ എന്നെ വിളിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉറങ്ങി വെച്ചപ്പോൾ ഒരു നേരമായി. പിന്നെ മട്ടൻ കറിക്കുള്ളത് മട്ടനും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ മസാലയും കൂടെ ചേർത്ത് അങ്ങോട്ട് അടുപ്പിൽ വേഗം വെച്ചിട്ടുണ്ട്. അതിനുശേഷം കറിക്കൂട്ടിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കൊച്ചുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് ഇറച്ചിക്കറികൾ വയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് കൊച്ചുള്ളി കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുള്ളിയെ ചേർത്തിട്ടുള്ളൂ. ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് കാപ്പി ഉണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പൂരിക്കുള്ള മാവും കുഴച്ച് വെച്ചിട്ട് ഞാൻ കറിക്കുള്ള കൂട്ടുകളെല്ലാം ഇട്ട് വഴറ്റി അതിനുശേഷം അതിനുള്ള മസാലയും ചേർത്ത് വഴറ്റി പിന്നെ നമ്മുടെ വെന്ത് വന്ന മട്ടനെ എടുത്ത് അതിലേക്ക് അങ്ങോട്ട് തട്ടിയതിന് ശേഷം നല്ലോണം ഇളക്കി. അപ്പോൾ മട്ടനിൽ ഉപ്പിട്ടിട്ടുണ്ട്, നമ്മുടെ സവാളയിലും ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി കറി അങ്ങോട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ മട്ടനും ബീഫും ഒക്കെ കഴിച്ചിട്ട് 23 വർഷത്തിൽ കൂടുതലായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്രയും വർഷം പോയോ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ നിർത്തിയതാണേ. പിന്നെ അങ്ങനെയൊക്കെ ആലോചിച്ച് കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു പൂരി ഉണ്ടാക്കാം, അപ്പോഴത്തേക്കും കറി റെഡി ആവുമല്ലോ. അങ്ങനെ ഇതാ 1 പൂരി 2 പൂരി 3 പൂരി 4 പൂരി അങ്ങനെ ഓരോരോ പൂരികളായിട്ട് ഞാൻ ചൂടോടെ എടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ ഇതുപോലെ നല്ല മൊരിഞ്ഞ പൂരിയാണ് ഇഷ്ടം കേട്ടോ. അതാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവർക്കും കറിയും പൂരിയും കൊടുക്കാം. എനിക്ക് മീൻ കറിയും പൂരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. ബൈ ബൈ.